ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്നൊരു വാഷിംഗ് മെഷീൻ്റെ റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 3 മാസമായിട്ട് യൂസ് ചെയ്യുന്നത് ബോഷയുടെ ഒരു വാഷിംഗ് മെഷീനാണ്. അപ്പം ഇതിന് തൊട്ട് മുൻപ് എൻ്റെ കയ്യിൽ പാനസോണിക്കിൻ്റെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു 8 വർഷം വരെ എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ്. അതിനുശേഷം ഇപ്പോൾ ഒരു 3 മാസമായിട്ട് ഞാൻ ഈ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാണ്. അത് എക്സ്ചേഞ്ച് ചെയ്താണ് കേട്ടോ ഞാൻ ഈ വാഷിംഗ് മെഷീൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായ ഡീറ്റെയിൽസും കാര്യങ്ങളും ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വാങ്ങിച്ചവർക്കും വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നവർക്കും ഒക്കെ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വാഷിംഗ് മെഷീൻ എക്സ്ചേഞ്ച് ചെയ്താണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ പാനസോണിക്കിൻ്റെ വാഷിംഗ് മെഷീനാണ് ഇതിൻ്റെ തൊട്ട് മുൻപ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അത് ഏകദേശം ഒരു 8 വർഷം വരെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് കംപ്ലൈൻ്റ് ആയ സമയത്താണ് കേട്ടോ. അത് ഒരിക്കൽ കംപ്ലൈൻ്റ് ആയി, പിന്നെ അത് ഒന്ന് കമ്പനിയിൽ നിന്ന് തന്നെ നമ്മൾ വിളിച്ചു, ആളും ഒന്ന് റെഡിയാക്കി, പിന്നെ വീണ്ടും അത് കംപ്ലൈൻ്റ് ആയ സമയത്താണ് എന്തായാലും കൊടുത്തിട്ട് വേറെ വാങ്ങിക്കാമെന്ന് കരുതിയാണ് കേട്ടോ ഈ വാഷിംഗ് മെഷീൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ഡയറക്റ്റ് ഷോപ്പിൽ പോയാണ് എടുത്തത്. ഇവിടെ തിരുവനന്തപുരത്ത് നേമത്തുള്ള ഐഡിയയിൽ പോയിട്ടാണ് കേട്ടോ നമ്മൾ ഈ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചിട്ടുള്ളത്. അവിടെ നമുക്ക് EMIക്കും റെഡി ക്യാഷിനും വാഷിംഗ് മെഷീൻ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം നമ്മൾ ചെന്ന് കണ്ടപ്പോൾ ഈ ബോഷയുടെ ഒരു വാഷിംഗ് മെഷീനാണ് നമ്മൾ അവിടെ ഉണ്ടായിരുന്ന വാഷിംഗ് മെഷീനിൽ അത്യാവശ്യം നല്ല ഗ്യാരണ്ടിയും നല്ലൊരു ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വാഷിംഗ് മെഷീനായിട്ട് തോന്നിയത് ഈ ബോഷയുടെ ഒരു വാഷിംഗ് മെഷീനാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമല്ല, നമുക്കറിയാമല്ലോ ബോഷയുടെ ഏകദേശം അതിൻ്റെ എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഐറ്റങ്ങളാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഇത് വാങ്ങിച്ചത് കേട്ടോ. പിന്നെ നമ്മളെ കയ്യിലുണ്ടായിരുന്ന പാനസോണിക്കിൻ്റെ വാഷിംഗ് മെഷീൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനേക്കാളും അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയിറ്റ് ഈ വാഷിംഗ് മെഷീന് ഉണ്ട് കേട്ടോ. അതിനകത്ത് കല്ലാണെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ നമ്മൾ ഫ്രണ്ട് ഡോറായിട്ടുള്ളൊരു വാഷിംഗ് മെഷീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മുൻപ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് ടോപ്പ് ലോഡ് ആയിട്ടുള്ളതായിരുന്നു. ഇപ്പം നമ്മളെടുത്തത് ഫ്രണ്ട് ഡോറാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു വാഷിംഗ് മെഷീനാണ് നമ്മൾ സെലക്ട് ചെയ്തത്. പിന്നെ ഇതിൽ എനർജിയൊക്കെ പവർ സേവിങ് ഒക്കെ 5 സ്റ്റാർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നല്ലതാണ്. പിന്നെ ഏത് വാഷിംഗ് മെഷീൻ ആയാലും ശരി തന്നെ നമ്മളൊരു 5 മണിക്ക് ശേഷം യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതല്ല കേട്ടോ. അപ്പം അത് വാഷിംഗ് മെഷീൻ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാനും അത് കേടാകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് തന്നെ ആയാലും, ഏത് വാഷിംഗ് മെഷീൻ ആയാലും ഏത് കമ്പനിയുടെ വാഷിംഗ് മെഷീൻ ആയാലും ശരി തന്നെ ഒരു 5 മണിക്ക് മുൻപ് തന്നെ നമ്മൾ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കണം കേട്ടോ. പിന്നെ ഉള്ളത് ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്ക്രീനിൽ തന്നെ ടച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വാഷിംഗ് മെഷീൻ വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഗ്യാരണ്ടി കാർഡും ബില്ലും. അത് നമ്മൾ ഉറപ്പായിട്ടും സൂക്ഷിച്ചു വെക്കേണ്ട 2 കാര്യങ്ങളാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രണ്ട് ഡോറായിട്ടുള്ള വാഷിംഗ് മെഷീൻ്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2-2.5 വർഷം വരെ ഇതിൻ്റെ ഗ്യാരണ്ടി വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഗ്യാരണ്ടി കാർഡും ആ ബില്ലും നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടത് മസ്റ്റായിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ട 2 ഐറ്റങ്ങളാണ് കേട്ടോ. അതുകൂടാതെ തന്നെ ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവർ തന്നെ എന്ത് ചെയ്യുന്നു, ഹോം ഡെലിവറി ആയിട്ട് കൊണ്ടുതരികയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഈ കമ്പനിയിൽ നിന്ന് തന്നെ ആൾ വന്ന് സെറ്റ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി തൊട്ട് മുൻപുണ്ടായിരുന്ന പാനസോണിക്കിൻ്റെത് 2 ദിവസമായിട്ടും സെറ്റ് ചെയ്യാനായിട്ട് ആളൊന്നും വരാത്തതുകൊണ്ട് യൂസർ മാനുവൽ നോക്കിയിട്ട് നമ്മൾ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചത്. പിന്നെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നുകൊണ്ട് തന്നെ അങ്ങനെ പോയി. പക്ഷേ വാഷിംഗ് മെഷീൻ വാങ്ങിക്കുന്ന സമയത്ത് കമ്പനിയിൽ നിന്ന് തന്നെ ആൾ വന്ന് സെറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അത് സെറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ എന്തായാലും ബോഷയുടെ ഈ വാഷിംഗ് മെഷീനിൽ അവർ പിറ്റേ ദിവസം ഒരു 2 ദിവസത്തിനകത്ത് തന്നെ ആൾ വരികയും ഏകദേശം ഒരു 48 മണിക്കൂറാണ് കേട്ടോ പറയുന്നത്. 48 മണിക്കൂറിനകത്ത് തന്നെ കമ്പനി സർവീസ് അവർ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം അവർ കമ്പനിയിൽ നിന്ന് തന്നെ ആൾ വരികയും അവർ വന്ന് സെറ്റ് ചെയ്യുകയും ചെയ്തു കേട്ടോ. അവർ വന്ന് അതിന് മുൻപ് അത് സെറ്റ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. കാരണം ഇതിൽ അകത്തുള്ള എല്ലാം ലോക്കാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ വന്ന് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ലോക്ക് ഓപ്പൺ ആവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ യൂസർ മാനുവലൊക്കെ നോക്കി സെറ്റ് ചെയ്താൽ ഇത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് എപ്പോഴായാലും ഏത് വാഷിംഗ് മെഷീൻ ആയാലും ശരി തന്നെ കമ്പനി സർവീസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അവർ വന്ന് സെറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലാതെ നമ്മൾ യൂസർ മാനുവൽ നോക്കി സെറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു നിരപ്പായ ഒരു പ്രദേശത്ത് നമുക്കിത് വയ്ക്കാം. പക്ഷേ ഇതിൽ വെള്ളമൊന്നും കയറാൻ പാടില്ല. തറയിൽ കൂടെ ഒന്നും വെള്ളം വന്ന് അതിലോട്ട് കയറാൻ പാടില്ലെന്നാണ് അവർ പറയുന്നത് കേട്ടോ. പിന്നെ ഇതിൽ ചെറിയൊരു സ്റ്റാൻഡ് ഇതിൻ്റെ അടിയിലുണ്ട് കേട്ടോ. അത് ചെറിയൊരു സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡ് നമുക്ക്
അത്യാവശ്യം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പൊക്കാനൊക്കെ പറ്റുന്ന തരത്തിലുള്ളതാണ് കേട്ടോ. അപ്പൊ അത് അത്യാവശ്യം നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. പിന്നെ നമുക്ക് ഈ കമ്പനി തന്നെ അവരൊരു സ്റ്റാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടതാണ് കേട്ടോ. എക്സ്ട്രാ ക്യാഷ് അടച്ച് നമ്മളത് ഏകദേശം ഒരു 3000-4000 റേറ്റ് വരുമെന്നാണ് തോന്നുന്നത്. അപ്പൊ എക്സ്ട്രാ ക്യാഷ് അടച്ച് നമ്മൾ വാങ്ങിക്കേണ്ടതാണ് ആ സ്റ്റാൻഡ്. പിന്നെ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല നിരപ്പുള്ള ഒരു തറയിലാണെങ്കിൽ നമുക്ക് ഈ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് പറ്റും. പിന്നെ വെള്ളം ഒന്നും കയറാതെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബുഷോ എന്തെങ്കിലും ഇട്ട് നമുക്കത് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനായിട്ടും പറ്റും കേട്ടോ. അങ്ങനെ ഒരു വാഷിംഗ് മെഷീനാണ്. പിന്നെ അങ്ങനെയാണ് അതിന്റെ സ്റ്റാൻഡും കാര്യങ്ങൾ വരുന്നത്. ഒന്നുകിൽ നിരപ്പായിട്ടുള്ള ഒരു തറയിൽ വെക്കുക, അല്ലെങ്കിൽ അവർ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട്, ആ സ്റ്റാൻഡ് വാങ്ങിച്ചു വെക്കുക. അത് നിർബന്ധമായിട്ട് അവർ പറയുന്നില്ല, അത് എക്സ്ട്രാ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കേണ്ടതുമാണ് കേട്ടോ. പിന്നെ ഇതാണ് ഇതിന്റെ പുറമേ ഉള്ളൊരു റിവ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ പ്ലഗ് ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നമ്മൾ നേരത്തെ ഉണ്ടെങ്കിൽ അത് ഓക്കെയാണ്. അപ്പൊ ഇതേപോലത്തെ പ്ലഗും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിന്റെ പുറത്ത് അതിന്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ക്വിക്ക് റെഫറൻസ് ഗൈഡ് എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ അതിന്റെ അകമൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് നല്ലോണം പവർ സേവിങ് ആണ് കേട്ടോ. നല്ലോണം എനർജി കൺസപ്ഷൻ നല്ലോണം ഉള്ളത് ഒരു വാഷിംഗ് മെഷീനാണ്. 5 സ്റ്റാർ ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ സെറ്റ് ചെയ്യാൻ വന്നവരും പറഞ്ഞത് അത്യാവശ്യം വലിയ രീതിയിലുള്ള കറണ്ടൊന്നും ഇതിലിട്ട് ചിലവാകില്ല എന്നാണ് കേട്ടോ അവരും പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിൽ നമുക്ക് ആന്റി സ്റ്റെയിൻ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിലൊക്കെ അത്യാവശ്യം കറണ്ട് വേണ്ടി വരും എന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും ഇതിൽ 5 സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. എനർജി കൺസംഷൻ ആണ് എന്നുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ഇതിലിതാ സൈഡിലായിട്ട് ഒരു അറയുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു 3 അറയുണ്ട്. ഈ 3 അറയിലായിട്ടാണ് നമ്മൾ ലിക്വിഡ് യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റത്തെ ഈ അറയിലാണ് കേട്ടോ. ഫസ്റ്റ് ഇതാണ്. ഓക്കെ, ഇത് നമുക്കിത് ഒഴിച്ചിടാം. പക്ഷെ ഈ അറയിലാണ് നമ്മൾ ലിക്വിഡ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഈ അറയിൽ നമ്മൾ ലിക്വിഡ് ഉപയോഗിക്കുന്നു. ലിക്വിഡോ പൊടിയോ ഉപയോഗിക്കാം. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ലിക്വിഡ് ഉപയോഗിക്കുന്നത് തന്നെയാണ്. കാരണം പൊടി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പൊടിയൊക്കെ ഒരുപാട് കൂടിപ്പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മൾ ഓണാക്കുന്ന സമയത്ത് ഇതിൽ വന്ന് വെള്ളം നിറഞ്ഞിട്ടാണ് ഇതിൽ നിന്നാണ് നമ്മുടെ തുണികളിലോട്ട് ആ പൊടിയായാലും ലിക്വിഡ് ആയാലും പോകുന്നത്. അപ്പം പൊടിയൊക്കെ കൂടിപ്പോയാൽ ഇത് ഇവിടെ നിന്ന് തുണിയിലൊക്കെ പറ്റി പിടിച്ചും നമ്മൾ എത്ര ഉണക്കി കഴിഞ്ഞാലും ആ തുണിയിലൊക്കെ ഈ പൊടികളൊക്കെ പറ്റി പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പൊടിയേക്കാളും എപ്പോഴും ബെസ്റ്റ് ലിക്വിഡ് തന്നെയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ലിക്വിഡ് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു 3 മാസമൊക്കെ ആയേ ഉള്ളൂ വാങ്ങിച്ചിട്ട്. അപ്പൊ അവര് തന്നെ ഒരു ലിക്വിഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ തൽക്കാലം ഇതൊന്ന് വാങ്ങിച്ചു. അപ്പൊ ഇതാണ് നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ലൊരു ലിക്വിഡ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ഈ ഒരു അടപ്പ് നമുക്ക് ഒഴിക്കാം. തുണിയുടെ അളവനുസരിച്ചാണ് കേട്ടോ. അതായത് അത്യാവശ്യം കുറച്ച് തുണിയൊക്കെ ഉള്ളുവെങ്കിൽ ഇതിലൊരു അടപ്പ് മതിയാവും. അല്ല അത്യാവശ്യം ഉണ്ട്, കുറച്ചുകൂടെ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിലൊരു 1.5 അടപ്പ് നമ്മൾ ലിക്വിഡ് ഇതിനകത്ത് ഉപയോഗിക്കും. ഓക്കെ, അപ്പം ഈ രണ്ടാമത്തെ അറ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും കംഫർട്ടോ അല്ലാതെ എന്തെങ്കിലും ഉജാല പോലത്തുള്ള എക്സ്ട്രാ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നെങ്കിലാണ് നമ്മൾ ഈ അറ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അത് നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതെല്ലാം ഇതിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഓൺ ആക്കി കൊടുത്താൽ മതി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഇതിൽ വന്ന് വെള്ളം നിറഞ്ഞ് ഈ കംഫർട്ടോ ഉജാലയോ അവർ തുണിയിലോട്ട് എടുത്ത് ഉപയോഗിച്ചു കേട്ടോ. പിന്നെ ഈ അറ നമ്മൾ ജസ്റ്റ് ഒഴിച്ചിട്ടിരിക്കേണ്ട അറയാണ്. ഇത് നമ്മൾ ഒരു മാസമോ 2 മാസമോ ഒക്കെ കൂടുന്ന സമയത്ത് നമ്മൾ ഈ വാഷിംഗ് മെഷീൻ ഫുള്ളായിട്ട് ഇതിന്റെ അറയൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ആ ഡീപ്പ് ക്ലീനിങ് ഉള്ള ഒരു പൊടിയുണ്ട് കേട്ടോ. അതും ഈ ബോഷയുടെ കമ്പനി തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വാങ്ങിച്ച് നമ്മൾ ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഓൺ ചെയ്ത് നമ്മൾ തുണിയൊന്നും ഇടാതെ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കും കേട്ടോ. ഇതിന്റെ അകമെല്ലാം ഫുള്ളായിട്ട് ഒന്ന് ക്ലീൻ ആക്കി റെഡിയാക്കും. അതിനു വേണ്ടിയാണ് കേട്ടോ ഈ അറ. അത് നമ്മൾ മാറ്റിയിട്ടിരിക്കേണ്ട അറയാണ്. 1 മാസം 2 മാസം കൂടുമ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം. മാക്സിമം ഒരു 6 മാസം കൂടുമ്പോൾ തന്നെ ഇത് ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ അതിനു വേണ്ടിയാണ് ഈ അറ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടച്ചു കൊടുക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ ഇത് ഇവിടെ തന്നെ പ്രോഗ്രാമുകളെല്ലാം ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്നൊരു അധികം അഴുക്കൊന്നും ഇല്ലാത്ത ഒരു തുണിയാണ്. നമ്മൾ ജസ്റ്റ് രാവിലെ പോയി ഉച്ചയ്ക്ക് വരുന്ന ഒരു തുണി ജസ്റ്റ് ഒന്ന് നനച്ചെടുത്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് 15-30 മിനിറ്റിനുള്ള ഒരു മോഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ സമയത്ത് നമുക്കിത്
സെറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്താൽ ഇത് ഓൺ ആവും. അപ്പോഴത്തേക്കും ഇവിടെ സമയവും കാര്യങ്ങളൊക്കെ ഒന്ന് തെളിഞ്ഞു വരും കേട്ടോ. ഇപ്പൊ ഞാൻ ഓൺ ആക്കിയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ തെളിഞ്ഞു വരും. പിന്നെ നമ്മൾ ഓരോ ഇത് പറഞ്ഞിട്ടുണ്ട്, ആന്റി ബാക്ടീരിയ. അങ്ങനെ നമ്മളിപ്പോ ഹോസ്പിറ്റലിലൊക്കെ കിടന്നതിന് ശേഷമാണ് ആ തുണികളൊക്കെയാണ് നമുക്ക് വാഷ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഇത് മോഡ് ഇട്ട് കൊടുക്കാം. അതുപോലെ ജീൻസ് ഒക്കെ വാഷ് ചെയ്യാനായിട്ട് ഈ പ്രത്യേക മോഡ്, സ്പോർട്സ് വെയർ, ഷർട്ട്സ്, റിൻസ്, സ്പിന്നർ. അത് റിൻസ് സ്പിന്ന് നമുക്ക് കൊടുക്കണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പ്രത്യേകം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കോട്ടൺ തുണികൾ യൂസ് ചെയ്യുമ്പോഴുള്ളത്, പിന്നെ സിന്തറ്റിക് തുണികൾ, പിന്നെ ഇത് മിക്സഡ് ലോഡാണ് കേട്ടോ. മിക്സ് ലോഡാണ്, ഇതായിരിക്കും നമ്മൾ എല്ലാവരും കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് കേട്ടോ. മിക്സ് ലോഡാണ്. അപ്പം ഈ ഓരോ സെറ്റിങ്സിനും അതിൻ്റെ സമയവും നമുക്ക് ഇവിടെ കാണിക്കും കേട്ടോ. ഓരോ സെറ്റിങ്സിനും പ്രത്യേകം സമയം കാണിക്കും. ഇപ്പൊ കോട്ടൺ ആണെങ്കിൽ ഏകദേശം 1 മണിക്കൂർ 3 മിനിറ്റ് അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. മിക്സഡ് ലോഡാണെങ്കിൽ 45 മിനിറ്റ്. അങ്ങനെ ഓരോന്നിനും ഓരോ സമയവും കാണിക്കും കേട്ടോ. അപ്പം മിക്സഡ് ലോഡായിരിക്കും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അത് 45 മിനിറ്റ് ആണ് കാണിക്കുന്നത്. അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം, കാരണം എല്ലാ തുണികളും കൂടെ ഉള്ള സമയത്ത്. ഓക്കെ. പിന്നെ അല്ലാതെ വൂള്, ഡ്രം, അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഇവിടെ സെറ്റ് ചെയ്ത് നമുക്ക് ഇതിങ്ങനെ തിരിച്ചൊക്കെ കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ ആണ് കേട്ടോ. സ്റ്റാർട്ട് ബട്ടൺ ഇത് ടച്ച് ആണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ഓക്കെ ആവും. പിന്നെ ഇവിടെ നമുക്ക് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിന്റെ ടെമ്പറേച്ചർ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആന്റി സ്റ്റെയിൻ അത് നമുക്ക് സ്പീഡ് എത്രയാണോ അത് വേണ്ടത് അത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. അങ്ങനെ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അതൊന്ന് ഇത് തുറന്നു വരും. തുറന്നു വന്ന് ഇതിന്റെ അകമൊക്കെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഫ്രണ്ട് ഡോറിന്റെ അകമൊക്കെ ഇങ്ങനെ വരുന്നത്. അപ്പൊ നമ്മൾ തുണികളൊക്കെ ഇതിനകത്തൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഓണാക്കി യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഉപയോഗം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതൊക്കെ ഒന്ന് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് കൊടുക്കണം കേട്ടോ. 1 മണിക്കൂറെങ്കിലും ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് കൊടുത്താൽ ഇത് അതിൻ്റെ അകത്തുള്ള ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടാനും സഹായിക്കുവേ. പിന്നെ ഒരു കോട്ടൺ തുണി എന്തെങ്കിലും കൊണ്ട് ഈ ഡോറും ഇതിന്റെ അകവും ഇതിലെ സൈഡും പിന്നെ ഇതിന്റെ അകത്തൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അകത്ത് ഒക്കെ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഒരു റബ്ബർ ടൈപ്പാണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നീക്കിയിട്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കണം. ആ കുറച്ച് ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു മണിക്കൂറെങ്കിലും ഒന്ന് തുറന്നിട്ടതിന് ശേഷം നമുക്കിത് ക്ലോസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ക്ലോസ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ ഇതില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പാറ്റ, പല്ലി ഇതൊക്കെ ഇതിനകത്ത് പെട്ടെന്ന് കയറാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. അതിനകത്തൊരു ചെറിയ ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കില്. അപ്പൊ അത് പെട്ടെന്ന് കയറാനുള്ളൊരു സാധ്യത ഉണ്ട്. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ആ ഒരു കാര്യം വന്ന് വാഷിംഗ് മെഷീൻ ഡാമേജ് ആയാൽ ഗ്യാരണ്ടി ഒന്നും അവരൊന്നും ഫെസിലിറ്റി ഒന്നും അവർ ഗ്യാരണ്ടിയോ കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൽ പുറമേ യൂസ് ചെയ്യാനായിട്ടൊരു കവറുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ഇതിന്റെ പുറമേ ഉള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ ഒരു ഡോർ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും തുണികളൊക്കെ ഇട്ട് അത്യാവശ്യം പിന്നോ അല്ലെങ്കിൽ ബട്ടൺസോ, ഉടുപ്പിന്റെ ഒക്കെ ബട്ടൺസ് വരുമല്ലോ, അപ്പൊ അതൊക്കെ ഒന്ന് കുടുങ്ങിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ അതെല്ലാം കൂടെ ജസ്റ്റ് ഇവിടെ ആയിരിക്കും കേട്ടോ. അതൊന്ന് വന്ന് കിടക്കുന്നത് ഇവിടെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതൊന്ന് തുറന്നു കൊടുത്തതിന് ശേഷം പ്രസ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്നെടുത്താൽ മതി. സാധാരണ നമ്മൾ കുപ്പിയുടെ അടപ്പൊക്കെ തുറക്കൂലേ, അതേപോലെ തന്നെയാണ്. ഒന്ന് തിരിച്ചു കൊടുത്ത് നമുക്കിത് തുറന്നെടുക്കാം. തുറന്നെടുത്തതിന് ശേഷം ഇതിനകത്തായിരിക്കും ആ ഒരു പിന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് കിടക്കുന്നത് കേട്ടോ. അപ്പൊ അത് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എടുത്ത് കളയാനായിട്ടും പറ്റും. നമുക്കിതങ്ങനെ അടച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത്രയും പുറമേയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് ഇതിൽ പറയുന്നത്. ഇനി ഇതിന്റെ ഉപയോഗിക്കുന്ന ഒരു രീതിയും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്കിതിലോട്ട് അകദ്യം തുണികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ മിക്സ് ലോഡായിട്ടാണ് കേട്ടോ ഇടുന്നത്. കാരണം എല്ലാ തരത്തിലുള്ള തുണികളും ഉണ്ട് കേട്ടോ. കോട്ടനും അല്ലാത്ത തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള തുണികളും ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തുണികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ തുണികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത്യാവശ്യം നമുക്ക് തുണികളൊന്നും കെട്ട് വിണയാതെ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനത്തെ പ്രോഗ്രാം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അല്ലാതെ നോർമലി ഇതിനകത്ത് നമുക്ക് അധികം തുണികളൊന്നും കെട്ട് വിണയാതെ കിട്ടും കേട്ടോ. മുൻപിരുന്ന് എൻ്റെ ഇരുന്ന വാഷിംഗ് മെഷീൻ ആണെങ്കിൽ നമ്മൾ തുണിയെല്ലാം ഇട്ട് കൊടുക്കുക. അതിൽ അത്യാവശ്യം സോപ്പ് പൊടിയായിരുന്നു കേട്ടോ ഇട്ടുന്നത്. അപ്പോൾ പൊടി ഇട്ട് കൊടുത്താലും തുണിയിലെല്ലാം പറ്റി പിടിച്ചിരിക്കുകയും ചെയ്യുമായിരുന്നു. അത് മാത്രമല്ല എല്ലാ തുണിയും കൂടെ കെട്ട് വിളഞ്ഞായിരുന്നു കിട്ടുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അത് എടുത്തൊന്ന് ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇത്
നമുക്ക് അത്യാവശ്യം നമ്മൾ പ്രോഗ്രാം സെറ്റ് ചെയ്തുവാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിലും അത്യാവശ്യം നമുക്കിത് കെട്ടുപിണയാതൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ ഇത് കിട്ടും കേട്ടോ. ആ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മുമ്പ് യൂസ് ചെയ്തതിനെക്കാളും ഞാൻ ഈ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല ബെറ്റർ. തുണിയെല്ലാം ഇട്ട് കൊടുത്ത് നമ്മൾ ഡോറ് അടച്ചിട്ടുണ്ട് കേട്ടോ. അടച്ചതിന് ശേഷം ഇത്രയും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഓൺ ചെയ്യേണ്ടത്. നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്തതിന് ശേഷം ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം. അത് ഇതിൽ ഒരടപ്പ് ലിക്വിഡാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരടപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാതെ ഇനി ഇതിലേക്ക് നമുക്ക് കംഫർട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അടച്ചു കൊടുക്കാം. ജസ്റ്റ് അടച്ചു കൊടുത്ത് ഇനി നമുക്കിത് ഓൺ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഓഫ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഒന്നും തെളിഞ്ഞു വരാത്തത്. നമ്മൾ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഇത് തെളിഞ്ഞു വരും കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സിൽ ഓടുന്നുള്ള മോഡിലോട്ട് ആക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് കണ്ടല്ലോ, ഓൺ ആക്കുമ്പോൾ തന്നെ അതെല്ലാം ഒന്ന് തിരിഞ്ഞു വരും കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, മിക്സ് ലോഡിലോട്ട് നമ്മൾ ആക്കിയിട്ടുണ്ട്. മിക്സ് ലോട്ടിന് 1 മണിക്കൂറാണ് കേട്ടോ സമയം പറയുന്നത്. പിന്നെ നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്യണമെങ്കിൽ 15 മിനിറ്റ് നമുക്ക് സെറ്റ് ചെയ്തങ്ങ് വാഷ് ചെയ്തും എടുക്കാം കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ലോഡ് 45 മിനിറ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് മിക്സ് ലോഡ് കൊടുക്കുക. നമുക്ക് ഇത് ആണെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ആകട്ടോ. ആണല്ലോ, ഒരു സൗണ്ട് കേട്ടല്ലോ, ഇത് ലോക്കായ സൗണ്ടാണ്. ഇനി ഇത് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. വെള്ളം വന്ന് നിറയുന്നുണ്ട് കേട്ടോ. അപ്പം വെള്ളം വരുന്നുണ്ട്. ഇതിന്റെ പകുതിയോളം മാത്രമേ നമ്മൾ തുണിയിടാനായിട്ട് പാടുള്ളൂ കേട്ടോ. കാരണം പകുതിയോളം മാത്രമേ ഇതിൽ വെള്ളം വന്ന് നിറയുള്ളൂ. അതുകൊണ്ട് പകുതി മാത്രം നമ്മൾ തുണിയിടുക. അകത്ത് കുത്തി നിറച്ചിടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇനി വെള്ളം വന്ന് നിറഞ്ഞ് ഇതിന്റെ ബാക്കി പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ് ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഫുള്ളി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ വെള്ളം വന്ന് നിറഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമുക്കൊരു 80% നമുക്കിത് നല്ലോണം ഉണക്കി റെഡിയാക്കി കിട്ടും കേട്ടോ. ഒരു 10 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിലത്തിട്ടാൽ ബാക്കി ഉണങ്ങി കിട്ടുന്ന ഒരു പരുവമാണ്. അപ്പോൾ ബാക്കി പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അധികം സൗണ്ടും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല കേട്ടോ. അത് വലിയൊരു പ്രത്യേകതയാണ്. എൻ്റെ വാഷിംഗ് മെഷീൻ ആയിരുന്നെങ്കിൽ ഭയങ്കര സൗണ്ട് ആയിരുന്നു കേട്ടോ. ലാസ്റ്റ് ഡ്രൈ ആവുന്ന സമയത്താണെങ്കിൽ അത് ഭയങ്കര സൗണ്ടും കിടന്ന് വിറയ്ക്കുമായിരുന്നു വാഷിംഗ് മെഷീൻ കേട്ടോ. ആ തരത്തിലായിരുന്നു കേട്ടോ. പക്ഷെ ഇത് അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ, നല്ല വെയിറ്റ് ആണ് കേട്ടോ. വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതില് ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് അതെല്ലാം ഒന്ന് തീർന്ന് ഓഫ് ആവുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും. ജസ്റ്റ് അത് തനിയെ തന്നെ ഓട്ടോമാറ്റിക് തന്നെ അതങ്ങ് ഓഫ് ആവുകയും ചെയ്യും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇത് ഒന്ന് തിരിച്ച് ഓഫ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തുണികളൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം വലിയ സൗണ്ടും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാത്തൊരു വാഷിംഗ് മെഷീനും കൂടെയാണ് കേട്ടോ. അപ്പം നല്ലൊരു വാഷിംഗ് മെഷീനാണ്, ബെസ്റ്റ് ആണ് കേട്ടോ. അപ്പം ഇത് പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്കി കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നമുക്ക് അത് 45 മിനിറ്റ് ആണ് കാണിച്ചത്. അപ്പോൾ ഓരോ സമയവും കഴിയും തോറും അതിലിങ്ങനെ സമയം കാണിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. 44 മിനിറ്റ്. പിന്നെ ഇതിലെന്താണ് വെള്ളം കൊടുത്തിട്ടുണ്ട്, വെള്ളം വരുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട്. അപ്പൊ വെള്ളം വന്ന് നിറയുന്നതും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്കി കാണിച്ചു തരാമേ. അപ്പോൾ ഇവിടെ എല്ലാ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് എന്തെന്ന് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് തിരിച്ചു കൊടുത്ത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓഫ് ചെയ്യുമ്പോൾ ഇത് കംപ്ലീറ്റ് ഇത് ഓഫ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി സ്വിച്ച് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഡോർ തുറന്ന് തുണികൾ എടുത്ത് ഇടാം കേട്ടോ. ഇത് നമുക്ക് അത്യാവശ്യമൊക്കെ നല്ല രീതിയിൽ കെട്ട് പണയാതെ തന്നെ നമുക്ക് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കെട്ട് പണയാതെ തന്നെ നമുക്ക് തുണികളെല്ലാം കെട്ട് പണയാതെ തന്നെ നമുക്ക് തുണികളൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് എടുക്കാനായിട്ടൊക്കെ സാധിക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തുണികളെല്ലാം മാറ്റിയതിന് ശേഷം കാണിച്ചു തരാമേ. അപ്പോൾ ഇത് തുണിയെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒരു കോട്ടൺ എന്തെങ്കിലും കൊണ്ട് ഡോറൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക. ഇതിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കണം കേട്ടോ. സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുക. അതിനുശേഷം ഈ റബ്ബർ ബാൻഡ് ഒന്ന് ആക്കിയതിന് ശേഷം ഇതകത്തോട്ടൊക്കെ നല്ല രീതിയിലൊന്ന് തുടച്ചു കൊടുക്കണം. തുടച്ചു കൊടുത്ത് 1 മണിക്കൂർ ജസ്റ്റ് ഒന്ന് തുറന്നിട്ടതിന് ശേഷം നമുക്കിത് ഡോറ് അടച്ചു വെക്കാം.
അതുകൂടാതെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം അപ്പം നല്ല രീതിയിൽ ഫോഴ്സ് ഉള്ള വെള്ളം ഇതിനകത്തോട്ട് വന്നാൽ മാത്രമേ കറക്റ്റ് ആ 45 മിനിറ്റിനുള്ളിൽ ഇത് ഓഫ് ആവുള്ളൂ കേട്ടോ. അതില്ലെങ്കിൽ എക്സ്ട്രാ കുറച്ചുകൂടെ സമയം ഇതിൽ എടുക്കും. കാരണം ഇതിന് വെള്ളത്തിന്റെ ഫോഴ്സിനനുസരിച്ചാണ് ഇതിന്റെ സമയത്തിന്റെ കണക്കും വരുന്നത് കേട്ടോ. അപ്പൊ ഇവര് 45 മിനിറ്റ് ആണ് മിക്സർ ലോഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എങ്കിലും ഇതില് നമ്മുടെ വീട്ടിലെ വെള്ളത്തിന്റെ ഫോഴ്സിനനുസരിച്ചാണ് ഇതിന്റെ സമയത്തിന് ചേഞ്ച് ഉണ്ടാവും കേട്ടോ. അപ്പൊ വെള്ളം കുറച്ച് ഫോഴ്സിലാണ് വരുന്നതെങ്കിൽ അതിനനുസരിച്ച് എക്സ്ട്രാ സമയമാവും. ഏകദേശം 45 മിനിറ്റ് ഉള്ളത് ചിലപ്പോൾ 1 മണിക്കൂർ വരെയൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളത്തിന്റെ ഫോഴ്സ് ഉണ്ടാവണം. ആ ഫോഴ്സ് ഉണ്ടാവുമ്പോൾ മാത്രമാണ് കറക്റ്റ് ടൈമിന് നമുക്ക് ഇത് ആ സമയത്തിന് തന്നെ കറക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാം റെഡിയായി കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പം ആ ഒരു കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പൊ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്, എല്ലാം തുടച്ചിട്ടുണ്ട്. എന്റെ മോള് ഇവിടെ നിന്ന് വെറുതെ തുണിയൊക്കെ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് 1 മണിക്കൂർ ഒന്ന് തുറന്നിട്ടതിന് ശേഷം നമുക്കിത് അടയ്ക്കാം കേട്ടോ. അടച്ച് നമുക്കിത് സൂക്ഷിക്കാം. അപ്പൊ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ തുടയ്ക്കേണ്ടത് പോലെയൊക്കെ തുടച്ചെന്നൊക്കെ ഉപയോഗിക്കാമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരു വാഷിംഗ് മെഷീൻ തന്നെയാണ്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ തുണി എന്തെങ്കിലും ഇട്ടാൽ മറന്നു പോയെന്ന് കരുതി നമ്മൾ ചെന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. എങ്കിൽ അതിന്റെ ഡോറിന്റെ ആ ലോക്കിന് കംപ്ലൈന്റ് വരാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് സൂക്ഷിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യൂ. താങ്ക്